ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി റെസിപ്പി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി ഒരുപാട് ദിവസം ടിന്നിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ മുതിര വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മുതിര നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. കഴുകുന്നതിന് മുന്നേ അതിൽ നിന്ന് കല്ലുകളൊക്കെ ഉണ്ടാവും മുതിരയിൽ, അതൊക്കെ പെറുക്കി കളയണം കേട്ടോ. അതൊക്കെ പെറുക്കി കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് നല്ലോണം കഴുകിയെടുത്തിട്ട് പിന്നെ വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം. അതിന് ശേഷം നമ്മളത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് തീ അധികം കൂട്ടി വെക്കണ്ട, കാരണം കരിഞ്ഞു പോവും. ലോ ഫ്ലെയിം ആയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് അത് വറുത്തെടുത്തിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള എരിവിനുള്ള വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഞാനിതിൻ്റെ നെട്ടിയും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്, കാരണം ഇത് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ എരിവ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ മുളകും വറുത്ത് വെച്ച മുതിരയും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പായി അടിച്ചെടുക്കണം. അത് ഒരുപാട് കൂടുതൽ അടിയാൻ പാടില്ല. ഇത് ഏകദേശം ഈ ഒരു പോലൊക്കെ അടിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അടിഞ്ഞ് പൊടി രൂപത്തിലായാൽ അത് കട്ട പിടിച്ചുകൊണ്ടിരിക്കും. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ ചീരുള്ളി, ഇതൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു പിടി കറിവേപ്പില, അതുപോലെ തന്നെ പുളി ഇടുമ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് പുളി മാത്രം ഇട്ടാലും മതി. പുളി കുരുവോട് കൂടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ചില മിക്സിയുടെ ജാറൊക്കെ പുളിക്കുരു ഉണ്ടായാൽ, അതായത് പുളിയുടെ കുരു ഉണ്ടായാൽ ചിലപ്പോൾ അതിൽ കിടക്കിടക്ക് കയറുന്നൊരു സൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പം ബ്ലേഡ് കേടാവാനൊക്കെ സാധ്യത ഉണ്ട്. ഈ ജാറ് ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ അടിക്കണോണ്ട് അതിന് കുഴപ്പമില്ല. അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുളിയുടെ കളഞ്ഞിട്ട് അടിച്ചെടുക്കുന്നതാവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചമ്മന്തി എത്ര ദിവസങ്ങൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്